ഈ യാത്ര ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എല്ലാം കൊണ്ടും ഒരു മഹാത്ഭുതമായിരുന്നു. രാമസന്നിധിയിൽ ശ്രീരാമൻ്റെ ജന്മഭൂമിയായ അയോധ്യയിൽ എത്തിയപ്പോൾ ഈ എല്ലാ സ്ഥലങ്ങൾക്കും അതിൻ്റെതായ ഒരു സ്പന്ദനമുണ്ട്, ഒരു തരംഗമുണ്ട്. നമ്മൾ ഒരു വൈബ് എന്ന് പറയില്ലേ, ഒരു വൈബ്രേഷനുണ്ട്. ചില വീടുകളിൽ നമ്മൾ ചെല്ലുമ്പോൾ ഇവിടുന്ന് എങ്ങനെയെങ്കിലും പോയാൽ മതി എന്ന് തോന്നാറുണ്ട്. എന്നാൽ ചില സാധുക്കളുടെ വീട്ടിൽ, ഒന്നുമില്ലാത്തവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അവരുടെ ആ അന്തരീക്ഷത്തിൽ നമുക്ക് കൂടുതൽ സമയം ചെലവഴിക്കണം എന്ന് നമുക്ക് തോന്നാറുണ്ട്. ഒരു സുഖമുള്ള അന്തരീക്ഷം നമുക്ക് അവിടെ നമ്മുടെ വീട് പോലെ തോന്നുക. ചില വീടുകളിൽ വലിയ മണിമാളികകളായിരിക്കാം, പക്ഷേ അവിടുന്ന് എങ്ങനെയെങ്കിലും എളുപ്പം പോകണം എന്ന് തോന്നാറുണ്ട്. ചില വ്യക്തികൾ, ചില രാജ്യങ്ങൾ, ചില സ്ഥലങ്ങൾ, അവയ്ക്കൊക്കെ നമ്മളെ ഉയർത്താനുള്ള, നമ്മുടെ ആത്മാവിനെ കൂടുതൽ ഉയരങ്ങളിലേക്ക് ഉണർത്താനുള്ള, ഉദ്ധരിക്കാനുള്ള ഒരു ശക്തിയുണ്ട്. അത് അയോധ്യയിലുണ്ട്. അമൃതപുരിയിൽ എന്ന പോലെ തന്നെ അത് അയോധ്യയിലുമുണ്ട്. കാരണം അത് രാമൻ്റെ ജന്മഭൂമിയാണ്, രാമൻ്റെ കർമ്മഭൂമിയാണ്. അവിടെ രാമൻ്റെ ആത്മീയ ശക്തിയുടെ സ്പന്ദനങ്ങൾ ഇന്നും ആ അന്തരീക്ഷത്തിലുണ്ട്.